ദിവ്യസ്വരൂപികൾക്ക് വിനീതമായ നമസ്കാരം. നമ്മുടെ ഉള്ളിൽ പരമമായ ചൈതന്യബോധം ഉണ്ടായിക്കഴിയുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നതെല്ലാം ചൈതന്യമയമായി അല്ലെങ്കിൽ ഈശ്വരമയമായിട്ടായിരിക്കും നാം കാണുക. അത് എഴുത്തച്ഛൻ ഹരിനാമകീർത്തനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. യാതൊന്നു കൺമതതു നാരായണ പ്രതിമാം. അങ്ങനെ ഉള്ളുണർവ് കിട്ടിയ ഒരു വ്യക്തിക്ക് കാണുന്നതെല്ലാം നാരായണന്റെ പ്രതിമയായും, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, കേൾക്കുന്നതൊക്കെ നാരായണന്റെ ശ്രുതികളായും, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, ചെയ്യുന്നതൊക്കെ നാരായണനുള്ള അർച്ചനയായും ഭവിക്കുന്നതാണ്. അത്തരത്തിലാണ് ഉണർവ് കിട്ടിയ ഒരു വ്യക്തിയുടെ ജീവിതചര്യകൾ. അതുപോലെ നമ്മുടെ മനസ്സ് അതിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞാൽ, അതിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ പിന്നെയുള്ള മനസ്സിൻ്റെ അവസ്ഥ വിവരിക്കുകയാണ്. അത്രയും പരമമായ അവസ്ഥയിൽ നിന്നാണ് നാം പതിച്ചിരിക്കുന്നത്. മുമ്പേ ഉദിക്കുന്നു മോഹം, മൃത്യു പിമ്പേ അടുക്കുന്നു ഘോരം, ആയുസ്സൊടുങ്ങുന്നതോരാതെ ഭോഗങ്ങൾ ആശിച്ചു നേടുന്നു ശോകം. ഓരോ മനുഷ്യനും പരമമായ ആ അവസ്ഥയെക്കുറിച്ച് അറിയാതെ, അതിനെക്കുറിച്ച് അല്പം പോലും ഒന്ന് ശ്രദ്ധിക്കാതെ ഇവിടെ ശോകം അല്ലെങ്കിൽ ദുഃഖം ആശിച്ചു നേടുകയാണ്. അതാണ് മുമ്പേ ഉദിക്കുന്നു മോഹം. നമ്മുടെ മോഹം ഈ ദേഹത്തിൻ്റെയും മനസ്സിൻ്റെയും എല്ലാം മുമ്പേ കുതിച്ചുകൊണ്ടിരിക്കുന്നു. മുമ്പേ കുതിക്കുന്നു മോഹം, മൃത്യു പിമ്പേ അടുക്കുന്നു ഘോരം. അതിൻ്റെ പിന്നാലെ പിടിക്കാനായിട്ട് മരണം നമ്മെ അനുഗമിച്ചുകൊണ്ടേ ഇരിക്കുന്നു. നമ്മുടെ മോഹം മുമ്പിൽ പോകുന്നു, പിമ്പേ മരണം നമ്മെ ഗ്രസിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ആയുസ്സൊടുങ്ങുന്നതേതോ ഓരാതെ ഭോഗങ്ങൾ. എന്നാൽ ഈ സമയത്ത് നമ്മുടെ ആയുസ് ക്ഷയിച്ച് വരുന്നു. ഓരോ വർഷവും നമ്മൾ പിറന്നാൾ ആഘോഷിക്കുന്നു. ആയുസ്സൊടുങ്ങുകയാണ് എന്നറിയാതെ പിറന്നാൾ ആഘോഷിച്ച് നാം വാസ്തവത്തിൽ പല വ്യക്തികളും മെഴുകുതിരി ഊതിക്കെടുക്കുന്നു. എന്താണ് ഈ ഊതിക്കെടുക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തെയാണ് അവിടെ കെടുത്തിക്കളയുന്നത്. മെഴുകുതിരി കത്തിക്കുകയാണ് വേണ്ടത്. അതിന് പകരം അത് കത്തിച്ച് ഊതിക്കെടുത്തുന്നു. ഊതിക്കെടുത്തുകയല്ല വേണ്ടത്, ഊതി കത്തിക്കുകയാണ് വേണ്ടത്. ഊതിയാൽ കെടുകയും ചെയ്യും, ഊതിയാൽ കത്തുകയും ചെയ്യും. നമ്മൾ അടുപ്പിൽ തീ കത്താതെ ആകുന്ന സമയത്ത് മരണം പിന്നാലെ അത്യന്തം ഭീകരമായി പിന്നാലെ വരുന്നു. ആയുസ്സൊടുങ്ങുന്നതോരാതെ ഭോഗങ്ങൾ. എന്നാൽ ഈ സമയത്ത് നമ്മുടെ ആയുസ്സാണ് ക്ഷയിച്ചു വരുന്നത് എന്ന് അറിയാതെ ഓരോ ഭോഗങ്ങളുടെ പിന്നാലെ ഓടി ശോകത്തെ അല്ലെങ്കിൽ ദുഃഖത്തെ ക്ഷണിച്ചു വരുത്തുന്നു. ഇതല്ലേ ഓരോ മനുഷ്യനും ഇവിടെ ചെയ്യുന്നത്. അപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്ഷയിപ്പിച്ച് നശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഓരോ നിമിഷവും. ആയുസ് തീർന്നു കഴിഞ്ഞാലോ ശൂന്യമാം അന്ധകാരമായിരിക്കും. എന്നാൽ ആയുസ്സൊടുങ്ങുമ്പോൾ നാം ഒരു പുതുപുത്തൻ ഉണർവോടുകൂടി പ്രകാശമയമായ മണ്ഡലത്തിലേക്ക് ഉയരണമെങ്കിൽ ആ പരമാത്മ ചൈതന്യത്തെ നിരന്തരം നാം സ്മരിക്കുക തന്നെ വേണം. നമ്മുടെ മനസ്സിൽ അതിനെ തന്നെ ഭാവന ചെയ്യുമ്പോൾ അതായിത്തീരുന്നതാണ്. യദ്ഭാവോ തദ്ഭവതി. മുമ്പേ കുതിക്കുന്നു മോഹം, മൃത്യു പിമ്പേ അടുക്കുന്നു ഘോരം, ആയുസ്സൊടുങ്ങുന്നതോരാതെ ഭോഗങ്ങൾ
ആശിച്ചു നേടുന്നു ശോകം.